ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ പി.സി. ജോർജിനെതിരെ കേസെടുത്ത് പോലീസ്. യൂത്ത് ലീഗിന്റെ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസാണ് കേസെടുത്തത്. മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് പി.സി. ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുൽ രമേശ്, എനിക്ക് തോന്നി പരാമർശത്തിൽ വ്യാപക വിമർശനം ഒക്കെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തൊക്കെ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്? ജനുവരി 6-ാം തീയതി നടന്ന ഒരു ചാനൽ ചർച്ചയിൽ മുസ്ലിം വിഭാഗത്തിനെതിരായിട്ട് സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ചില വർഗീയ പരാമർശങ്ങൾ പി.സി. ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈരാറ്റുപേട്ട പോലീസ് പി.സിക്കെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മതസ്പർദ്ധ വളർത്തൽ, കലാപ ആഹ്വാനം തുടങ്ങിയിട്ടുള്ള വകുപ്പുകളാണ് പി.സിക്കെതിരായിട്ട് ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈരാറ്റുപേട്ട മുനിസിപ്പൽ യൂത്ത് ലീഗിന്റെ പരാതിയിലാണ് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയിലെ മുസ്ലിം വിഭാഗക്കാർ മുഴുവൻ തീവ്രവാദികളാണെന്ന രീതിയിലുള്ള ഒരു പരാമർശമായിരുന്നു അന്ന് ആ ചാനൽ ചർച്ചയിൽ പി.സി. ജോർജ് നടത്തിയിരുന്നത്. ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഈ മുസ്ലിം തീവ്രവാദികൾ കൊന്നൊടുക്കിയെന്നും മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന രീതിയിലുള്ള പരാമർശങ്ങളും അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം കുഞ്ഞാലിക്കുട്ടി, കെ.ടി. ജലീല്, SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരെല്ലാം ചേർന്ന് പാലക്കാട് BJPയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതെന്നും പി.സി. ജോർജ് ചർച്ചയിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഈ ഒരു പരാമർശങ്ങൾക്കെതിരായിട്ട് 2 ദിവസം മുമ്പേ തന്നെ യൂത്ത് ലീഗ് പരാതി നൽകുകയായിരുന്നു. പക്ഷേ അതിനുശേഷം പി.സി. ജോർജിനെതിരായിട്ട് ഈ പരാതിയിൽ നടപടി ഉണ്ടാകാൻ വൈകുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളും മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ഭാഗത്തു നിന്നുണ്ടായ ഒരു സാഹചര്യത്തിൽ കൂടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ കേസെടുക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. നിലവിൽ SDPIയും ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ ഒരു കേസ് പി.സി. ജോർജിനെതിരായിട്ട് കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ എന്തായാലും നടപടി ഉണ്ടായിരിക്കുന്നത് ഈരാറ്റുപേട്ടയിൽ യൂത്ത് ലീഗ് നൽകിയിരിക്കുന്ന ആ കേസിലാണ്. എന്തായാലും ഈ കേസിന്റെ തുടർ നടപടികൾ എത്രയും വേഗം തന്നെ ഉണ്ടാകുമെന്നാണ് ഈരാറ്റുപേട്ട പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്നാലും വിദ്വേഷ പരാമർശത്തിലാണ് പി.സി. ജോർജിനെതിരെ ഇപ്പോൾ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിരിക്കുന്നത്. മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ് കോട്ടയത്ത് നിന്ന്.